ആറ്റുകാലമ്മയും ആറ്റുകാൽ പൊങ്കാലയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയുമായും ബന്ധമുണ്ട്. അധർമ്മത്തെ ഒരു സ്ത്രീ പാതിവൃത്യത്തിൻ്റെ ശക്തിയിൽ നേരിട്ട കഥയാണിത്. തൻ്റെ ഭർത്താവായ കോവലനെ ചിലമ്പ് മോഷ്ടിച്ച കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവ് വധിച്ചതറിഞ്ഞെത്തിയ കണ്ണകിയുടെ ക്രോധാഗ്നിയിൽ ആ കൊട്ടാരമാകെ വെന്തു ചാമ്പലായി. പിന്നീട് അവിടെ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി. അതിനിടയിൽ ആറ്റുകാൽ എന്ന ഗ്രാമത്തിൽ വിശ്രമിച്ചു എന്നാണ് വിശ്വാസം. ഒരു ദിവസം പതിവ് പോലെ കർഷക തൊഴിലാളികൾ അതിരാവിലെ പണിക്ക് പോവുകയായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. കിള്ളിയാറിൻ്റെ കരയിലെത്തിയപ്പോൾ തേജസ്വിയായ ഒരു സ്ത്രീ വളരെ ക്ഷീണിതയായി ആറ്റിൽ കാലിട്ടിളക്കിയിരിക്കുന്നത് കണ്ടു. അടുത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് വിശക്കുന്നു എന്നാണ് മറുപടി കിട്ടിയത്. ആ സ്ത്രീകൾ ചെളിക്കട്ട കൊണ്ട് ഒരു അടുപ്പ് കൂട്ടി കയ്യിലുണ്ടായിരുന്ന അരിയും തേങ്ങയും ശർക്കരയും കൊണ്ട് മൺകലത്തിൽ വേവിച്ചു നൽകി. അത് കഴിച്ച് അവർ ദേവീരൂപമായി ആ സ്ത്രീകളെ അനുഗ്രഹിച്ചു യാത്രയാക്കിയത്രേ. സൂര്യൻ്റെ ഉദയരശ്മികൾ തട്ടി ആ മൺകലങ്ങൾ പൊൻനിറമായി തിളങ്ങിയെന്നാണ് സങ്കല്പം. പൊൻകലത്തിൽ അർപ്പിച്ചത് പൊങ്കാലയായി. ദേവി കാൽ ആദ്യ സ്ഥലം ആറ്റുകാലായി എന്നാണ് വിശ്വാസം. മറ്റൊരു കഥ കൂടിയുണ്ട്. പണ്ട് ഒരു കാരണവർ വള്ളത്തിൽ കിള്ളിയാർ കടക്കുകയായിരുന്നു. വഴിയിൽ തേജസ്വിയായ ഒരു ബ്രാഹ്മണ ബാലികയെ കണ്ടു. അദ്ദേഹം ആ കുട്ടിയുടെ അടുത്തെത്തി എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും വാത്സല്യത്തോടെ തിരക്കി. ഒന്ന് നദി കടത്തി തരാമോ എന്ന് ബാലിക ചോദിച്ചു. ആ കുട്ടിയെ വള്ളത്തിൽ കയറ്റി അക്കരെ കൊണ്ടുവന്നു. എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ താൻ പൊക്കോളാമെന്ന് മാത്രം പറഞ്ഞു. ഒറ്റയ്ക്ക് ആ കുട്ടിയെ വിടാൻ മനസ്സില്ലാതെ അദ്ദേഹം രാത്രി വളരെ വൈകിയതിനാൽ അന്ന് തൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് അടുത്ത ദിവസം പോകേണ്ട സ്ഥലത്തെത്തിക്കാമെന്ന് വാക്കു നൽകി. ആ കുട്ടി അതനുസരിച്ചു. വീട്ടിലെത്തി ഭക്ഷണമായി ഇളനീര് കൊണ്ട് ചെന്നപ്പോൾ ബാലികയെ കാരണവർ അവിടെ കണ്ടില്ല. ഒപ്പം ഒരു കുട്ടി കൂടി വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള വീട്ടുകാർ അത് വിശ്വസിച്ചുമില്ല. അതൊക്കെ ഒരു തോന്നലായിരിക്കുമെന്ന് അവർ അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം ഉറങ്ങാൻ പോയത്. രാത്രി മയക്കത്തിൽ ആ കുട്ടിയെ സ്വപ്നം കണ്ടു. താൻ ദേവിയാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. വീട്ടുപറമ്പിലെ കാവിൽ ഒരു അടയാളം കാണുമെന്നും അവിടെ തന്നെ കുടിയിരുത്തണമെന്നും അരുളി ചെയ്തു. നേരം വെളുത്തു. അദ്ദേഹം ഓടി കാവിലെത്തി. അവിടെ വളരെ സ്പഷ്ടമായി ഒരു ത്രിശൂലം വരച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ആറ്റുകാൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചത്. ദാരുവിഗ്രഹത്തിൽ 24 സാളഗ്രാമങ്ങൾ നിറച്ച പ്രതിഷ്ഠയാണത്. 12 സാളഗ്രാമങ്ങൾ നിഷ്ഠയോടെ വെച്ച് പൂജിച്ചാൽ അവിടം ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഗരിമ കിട്ടുമെന്നാണ് സങ്കല്പം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും 24,000 സാളഗ്രാമങ്ങൾ അവിടുത്തെ മഹാരാജാവ് ആനപ്പുറത്ത് കയറ്റി കൊടുത്തുവിട്ടിരുന്നു. അതിൽ നിന്നും ഒരു ഭാഗം ഇവിടേക്ക് നൽകിയതാകാമെന്ന് കരുതുന്നു. പത്മനാഭ സഹോദരിയാണെന്ന സങ്കല്പത്തിലാകാം അത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവം ആരംഭിക്കുന്നത്. പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൊങ്കാലയിടുക. ഉത്രം നാളിൽ ഉത്സവം അവസാനിക്കും. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് നടക്കുന്നത്. ഭൂമുഖത്തെ പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള ആകാശം, വായു, ജലം, അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യം എന്നാണ് വിശ്വാസം. പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതം നോക്കണം. കൂടാതെ ദിവസവും 2 നേരം കുളിച്ച് സസ്യാഹാരം മാത്രം കഴിക്കാം. കൂടാതെ മാനസികവും ശാരീരികവുമായ ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം വ്രതമെടുക്കുവാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേദിവസം ഒരിക്കലെടുക്കണം. പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്രദർശനം നടത്തുക എന്നിങ്ങനെയാണ് ആചാരങ്ങൾ. ആഗ്രഹങ്ങൾ നിറവേറാനും സർവൈശ്വര്യങ്ങൾ ഉണ്ടാകുവാനും പൊങ്കാലയിടുന്നത് സഹായകരമാവും എന്നാണ് വിശ്വാസം. വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ച കാര്യം നടന്നവരാണ് അധികവും ഇവിടെ പൊങ്കാലയിടാൻ വരുന്നത്. സ്ത്രീകൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്.